അഭയാന്ന് ആരെയും വിളിക്കാറില്ലല്ലോ. അഭയ ഹിരൺമയി അല്ലേ? It's always പഴയ സുഹൃത്തുക്കളൊക്കെ അഭയ എന്ന് തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. ബട്ട് റൈറ്റ് നോ എല്ലാവരും അറിയുന്നത് ഹിരൺ അല്ലെങ്കിൽ അഭയ, ഹിരൺമയി അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതെ അതെ. When it comes to music, you came as a singer. It's been almost a decade അല്ലേ? Yes. മൂവി ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. So how did your career start? Career started in a beautiful way. ഒരു 10 years ബാക്ക് ഞാൻ നാക്കുപ്പൻ്റെ നാക്കൂട്ടാക്ക എന്ന് പറയുന്ന പാട്ടാണ് ആദ്യം ഞാൻ പാടുന്നത് മലയാളത്തിൽ. അതിനു മുന്നേ ഞാൻ തെലുഗു ആണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്ന, എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന തെലുഗു. നാക്കുപ്പൻ്റെക്ക് ശേഷമാണ് തെലുഗു റിലീസാവുന്നത്. നാക്കുപ്പൻ്റെ നാക്കുട്ടാക്ക എന്ന് പറയുന്ന പടത്തിൽ 2 പാട്ട് പാടി. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഗ്യാപ്സിൽ ഈ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഫോർച്ചുനേറ്റ്ലി ഇനഫ് ഒന്ന് കാർത്തിക്കിൻ്റെ കൂടെ അങ്ങനെ പാടിയ പാട്ടുകളൊക്കെ അറിയുന്ന പാട്ടുകളാണ്. സോ ഓൾമോസ്റ്റ് ഒരു ഡെക്കേഡിലൊരു നമ്പർ ഓഫ് സോങ്സ് ഇസ് ലെസ്, ബട്ട് ദെൻ ഓൾ സോങ്സ് ആർ ഹിറ്റ്. People remember the songs that you sang. So when it comes to music, എന്താണ്, what kind of music do you listen to? I listen to all kind of music. അങ്ങനെ ഒരു ബാരിയർ ഇല്ല, ഒരു ജോണറിലും ഞാൻ സ്റ്റക്ക് അല്ല. ബിക്കോസ് ആസ് എ മ്യൂസീഷ്യൻ വി ഹാവ് ടു ഹിയർ all kinds of music. That is how അങ്ങനെയാണ് സ്റ്റഡി ചെയ്യുക നമ്മൾ. എല്ലാത്തിലുമുള്ളൊരു ഇൻസ്പിറേഷൻ, എല്ലാത്തിലുള്ള ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാവണം. നമ്മൾ എന്നാലേ നമുക്ക് മ്യൂസിക്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ സാഡ് ആയിട്ടിരിക്കുമ്പോ ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ എന്റെ മൂഡ് സാഡ് ആണെങ്കിൽ ഞാൻ സാഡ് സോങ്ങേ കേൾക്കൂ, അല്ലാതെ ഹാപ്പി സോങ് കേട്ടിട്ട് ഞാൻ എന്റെ മൂഡ് മാറ്റാൻ ഞാൻ നോക്കത്തില്ല. കൂടുതൽ ഇരുന്ന് കരയണം എന്ന് വിചാരിച്ച് ഞാൻ സങ്കടമുള്ള പാട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? പൊതുവേ ഞാൻ സാഡായിട്ടിരിക്കുമ്പോൾ ഞാൻ ആ ഇമോഷനെ അങ്ങനെ അതിനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാറില്ല. കൂടിപ്പോയാൽ ഞാൻ പോയി TV കാണും. അതും എന്തെങ്കിലും ഒരു സീരീസ് ഇട്ട് കണ്ടോ അല്ലെങ്കിൽ ഐ പ്ലേ വിത്ത് മൈ ഡോഗ്സ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ പാട്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ മാറ്റാൻ ഞാൻ ശ്രമിക്കാറില്ല. അതങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് അതങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങ് പോവും. അത് അങ്ങനെയാണ് ഞാൻ അലോ ചെയ്യാറുള്ളത്. ഈവൻ ഇഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സാഡ്നെസ് അതങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ മൂഡ് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഞാൻ പാട്ട് കേൾക്കാറില്ല. ഇറ്റ്സ് ഓൾവേസ് ദ സ്റ്റഡി ദാറ്റ് ഐ ഹാവ്. ഇറ്റ്സ് ഓൾവേസ് മ്യൂസിക് അറൗണ്ട് മീ. അപ്പോൾ എനിക്ക് കേൾക്കുന്നതും കാണുന്നതും അവിടെ ഇരിക്കും. ഇപ്പോൾ ഒരു ഈ AC-യുടെ ശബ്ദം പോകുന്നതും എനിക്ക് എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ ഇത് പോകുന്നുണ്ട്, ഒരു ക്ലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് മ്യൂസിക്കാണ്. അതൊക്കെ എനിക്ക് തോട്ടിൽ വരും. ഒബ്സർവേഷൻ ഇതെല്ലാം ഭയങ്കര കീൻ ആണ് അല്ലേ? ഐ ഹാവ് ടു ബി കീൻ. And the music trends now, it's evolving like crazy അല്ലേ? ഇന്ന് വരുന്ന ട്രെൻഡ് അല്ല നാളെ വരുന്ന, and the type of songs are also like so extremely different. അപ്പം what do you have to say for that? It's good. ഒന്നാമത്തെ കാര്യം മലയാള സിനിമയുടെ ഒരു വളർച്ച, ഇപ്പോൾ സിനിമ സംഗീതം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനൊരു വളർച്ച ഒരു ഭയങ്കരമായിട്ടൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു വളർച്ചയാണ്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല മലയാളം സിനിമയിൽ റാപ്പിൻ്റെ ഒരു പ്രാധാന്യം ഇത്രയും മാത്രം ഉണ്ടാവും എന്നുള്ളത്. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഓക്കെ ഇറ്റ്സ് ഓൾവേസ് ഇൻ ദി ബോളിവുഡ് ഓർ ഇൻ ദി അല്ലെങ്കിൽ റാപ്പേഴ്സ് ഇൻ ദ വെസ്റ്റേൺ കൺട്രീസ്. അതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. മലയാളം പോലൊരു ഇൻഡസ്ട്രിയിലും അത് ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ റാപ്പേഴ്സ് വന്നിട്ട് അവർ പെർഫോം ചെയ്ത് അവരൊരു മേഖല തന്നെ കൈയടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിളി ബ്യൂട്ടിഫുൾ, അൺബിലീവബിളി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓരോ പേരെടുത്ത് പറയുകയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും കണ്ടൻസ് ഉണ്ട്, അവരുടേതായ കണ്ടൻസ് വൃത്തിയായി അവർ പറയുന്നത് കൊണ്ടാണ് അവിടെ റാപ്പിംഗ് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ സമൂഹം കുറച്ചും കൂടെ ഓപ്പണായിട്ട് സിനിമകളെടുത്താൽ തന്നെ അറിയാം. നമ്മൾ പണ്ട് തൊട്ടേ സിനിമകളുടെ ഒരു കൾച്ചർ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് കൃത്യമായിട്ട് വളരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഫിലിംസാണ് നമ്മൾ എല്ലാ കാലത്തും എടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ചില സമയത്ത് ഒരു 10 വർഷമൊക്കെ നമ്മൾ ഉഴപ്പ് സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ സിനിമകൾ എപ്പോഴും വളരെ ഫോർവേഡായിട്ടുള്ള സിനിമകളാണ് എടുത്തിട്ടുള്ളത്. ആ സിനിമയെ അംഗീകരിക്കാൻ പറ്റുന്ന അതേ ജനത തന്നെ ഈ പാട്ടുകളും അംഗീകരിക്കുന്നു, അതിൻ്റെ കണ്ടൻസും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി അവർ അംഗീകരിക്കും. അത് ഈ റാപ്പിംഗ് കൾച്ചർ വന്നപ്പോൾ അത് താമസിച്ചു പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇൻഡസ്ട്രി ഈസ് ഗെറ്റിംഗ് ബിഗ്ഗർ. അവർക്കും ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രി മ്യൂസിക് ഇൻഡസ്ട്രി ആണെങ്കിലും ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. When it comes to stage performance, ഇതിപ്പോൾ എപ്പോഴും ട്രാവലിംഗ് ഉണ്ട്. What are the challenges that you usually face? എന്തെങ്കിലും അങ്ങനെ ഓർക്കുമ്പോൾ, or maybe some memory that you want to share from your stage? നമ്മളൊരു
100 സ്റ്റേജ് കഴിഞ്ഞിട്ട് 101ാമത്തെ സ്റ്റേജിൽ പോയി നിന്ന് കഴിഞ്ഞാലും ഫസ്റ്റ് കയറുന്ന ആ ഒരു മൊമെന്റ്, അവരെ ഫേസ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് നെഞ്ചിടിപ്പുണ്ടാവുന്ന മൊമെന്റ് തന്നെയാണ്. എപ്പോഴും കയറുന്ന